നമസ്കാരം. ഇന്ന് നമ്മുടെ അച്ഛന്റെ പിറന്നാളാണ്. അച്ഛന്റെ 71ാമത്തെ ബർത്ത്ഡേ ആണിത്. അപ്പോൾ നമ്മൾ അതിന്റെ പരിപാടികളിലാണിന്ന്. അതിന്റെ ചെറിയ സെറ്റപ്പും പരിപാടിയൊക്കെയാണ്. ഇനി ഇതിന്റെ ബാക്കി കുറെ പരിപാടികൾ അകത്തുണ്ട്. നമുക്ക് അതൊക്കെ കാണാം. മരുമകൾ വന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് വീടൊക്കെ ഭയങ്കര വൃത്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. സോറി ഗൈസ്, ഞാനിവിടെ സ്ലിപ്പായി. അച്ഛൻ്റെ പരിപാടി പിറന്നാളായിട്ട് സ്വന്തമായി അച്ഛൻ പായസം ഉണ്ടാക്കുകയാണ്. എന്താണ് എന്ത് ഉദ്ദേശം? അച്ഛന്റെ ബർത്ത്ഡേക്ക് എന്റെ ബാല്യകാല സുഹൃത്ത്. അപ്പോ നമുക്ക് പോയിട്ട് വാഴയുടെ ഇല മുറിക്കാം. അച്ഛന്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഇന്ന് ഒരു വമ്പിച്ച സദ്യ. പുതിയ മരുമകളൊക്കെ വന്നുകൊണ്ട് സദ്യക്ക് ഐറ്റംസ് കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇല മുറിക്കാം. അതെ, ഞാൻ 2 ഐറ്റം ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഐറ്റം ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ പാവന്റെ അമ്മ ഉണ്ടാക്കി. ഇല മുറിക്കാം. ഇല നമ്മൾ ആദ്യം ചെറിയ ഇല മുറിക്കും. ഇത് എന്തിനാന്നറിയോ? ഇതിനൊരു ചെറിയ ഇല ചെറിയ ഇല വിളക്കത്ത് വെക്കാം. ഓരയാണ്. ഒരുപാട് വാഴകളുണ്ട്. വെറുതെ അല്ല അമ്മടക്ക് പറയാറുള്ളത്. ഈ വാഴ വെച്ച കൂട്ടത്തിൽ ഒന്നും കൂടി വെച്ചാൽ മതിയായിരുന്നു. വീടാരും മനസ്സിലാക്കേണ്ട സത്യം അതാണ്. മനസ്സിലായില്ലേ? എന്റെ അച്ഛൻ ഇതൊന്നുമല്ല, ഒരുപാട് വാഴ വെച്ചിട്ടുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? പഴയ വീടാണ്. പണ്ട് ഞാനൊക്കെ എൻ്റെ ചെറുപ്പക്കാലത്ത് ഞാനൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്ഥലം ഇവിടെയാണ്. നമ്മുടെ ഇതിപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ ഇൻ ഫ്യൂച്ചർ ഒരു ഭാവിയിൽ ഞങ്ങളൊരു വിജയ നൃത്ത കലാസദനം ഇതിലേക്ക് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ഇതിപ്പോൾ വീടിങ്ങനെ ആകെ പൊളിഞ്ഞു കിടക്കുകയാണ്. കുറെ കാലമായിട്ട് ആരും താമസമില്ല. നല്ല ഭംഗിയുള്ള ഇല വേണം വിളക്കത്ത് വെക്കാന്നാണ് അമ്മ പറയുന്നത്. ഭാര്യയുടെ ഒരു ആത്മാർത്ഥത. ഭർത്താവിന്റെ ബർത്ത്ഡേക്ക് ഭാര്യയുടെ അതെ ഇപ്പത്തി വേണ്ട ഒഴിക്കാല്ലോ കുറിച്ചറിയാം. അല്ല നിങ്ങൾ എന്തിരിപ്പം ഇങ്ങനെ വന്നത്? ഞാൻ പറയാൻ ഇല മുറിക്കാറില്ല. ഇത് മുറിച്ചാ പോരെ? വളരെ കഷ്ടപ്പെട്ട് ഓരോ ഇലകളും അമ്മ ഇപ്പൊ പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ. ഇല മുറിച്ചാ പോരെ? അതിനങ്ങനെ ശാസ്ത്രീയമായ രീതിയൊന്നുമില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയണ്ടത്. അങ്ങനെ നമുക്ക് അവിടെ വേറെ വാഴ. ഈ വാഴ കൃഷികളൊക്കെ ആരാ ചെയ്യുന്നത്? വാഴ കൃഷി ഞാനാണെന്ന് പറയരുത്. അത് വാഴ കൃഷിയായിട്ടൊന്നും ഇല്ല. നമ്മളിങ്ങനെ ഒരു എന്താ പറയാ, സമയം കിട്ടുമ്പോ ആരെങ്കിലും ഒക്കെ വെച്ചിട്ട് ചെയ്യിക്കുന്നതാണ്. നമുക്കങ്ങനെ നമുക്ക് സമയമില്ലല്ലോ. സമയമില്ലാത്ത ആൾക്കാർ. അതെ അതെ, അത് ശരിയാണ്. ഇങ്ങനെയുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ പറമ്പിലൊക്കെ ഇറങ്ങി നടക്കും. പറമ്പിൽ എന്തെങ്കിലും കണ്ടോ? വാഴക്കൊലയൊക്കെ ഉണ്ട്. വാഴക്കൊല നമ്മൾ സദ്യ കഴിക്കാനുള്ള വാഴ ഇലകൾ മുറിച്ച് വന്നിരിക്കുകയാണ്. ഇനി ഇത് ക്ലീൻ ചെയ്യണം. കാരണം ഇത് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതിനൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതിലാണ് നമ്മൾ സദ്യ വിളമ്പുന്നത്. മനസ്സിലായോ കുട്ടികളെ? ഇവിടെ ചിലർക്കൊരു വിചാരമുണ്ട്, സദ്യ ഉണ്ടാക്കുന്നത് നമ്മളാണ്, വീട് ക്ലീൻ ചെയ്യുന്നത് നമ്മളാണ്, നിങ്ങളെന്ത് ചെയ്യുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വാഴയില. നിങ്ങൾ കഴിക്കുന്ന ഓരോ മണി അരിയും ഞാൻ മുറിച്ച ഇലയിലാണ്. മനസ്സിലായില്ലേ? ഇല മുറിച്ചതിന് ഇത്ര വലിയ അഹങ്കാരത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അമ്മ ഉണ്ടാക്കിയ പായസത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി, അത് ഇളക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതന്നെ, ആ നേരത്തെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വന്നു, മാത്രമേ ഉള്ളൂ. ഞാൻ വേണേ കുറച്ച് കുടിച്ചു നോക്കട്ടോ? വേണ്ടോ? ഞാൻ കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണോ?
അങ്ങനെ അച്ഛൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയും രാജേട്ടനും കുട്ടികളും എല്ലാവരും എത്തി. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കളർഫുള്ളായിരിക്കും. ഇതാണ് നമ്മുടെ കുട്ടൻ, മീനാക്ഷി, സോനു, ചേച്ചി, രാജുവേട്ടൻ, അങ്ങനെ എല്ലാവരും ഭക്ഷണം സദ്യ കഴിക്കുന്നതിന് മുന്നേ തന്നെ എത്തി. ഇതാണ് കുട്ടൻ്റെ ഗിറ്റാർ. അവൻ എവിടെ പോയാലും അവൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. അങ്ങനെ അവർ വീട്ടിലോട്ട് വന്നു. ഭക്ഷണം കഴിക്കുന്നതിനുള്ള തയ്യാറെടുപ്പായി. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് വിളക്കത്ത് വിളമ്പുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട്. നമ്മൾ ചോറും കറികളും എല്ലാം വിളക്കത്ത് വെക്കുക. നമ്മൾ ആദ്യം അത് ദൈവത്തിന് എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞാൽ പിന്നെ ആരുടെയാണോ പിറന്നാൾ അവരാണ് പിന്നീട് ഭക്ഷണം കഴിക്കേണ്ടത്. അങ്ങനെ അച്ഛൻ എല്ലാ വിഭവങ്ങളും വെച്ച് നമ്മൾ സദ്യ വിളമ്പി. പിന്നെ അമ്മ എന്തൊക്കെയോ കുറേ ഉഴിഞ്ഞിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം അച്ഛൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കും നമ്മൾ ഇലയിൽ എല്ലാ കറികളും വിളമ്പി റെഡിയായി കഴിക്കാൻ. എല്ലാ സദ്യ വിഭവങ്ങളും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിയൽ, കാളൻ, എലശ്ശേരി, അതുപോലെ ഓലൻ, അച്ചാർ, പപ്പടം, പുളിയിഞ്ചി, ഉപ്പേരി, അങ്ങനെ എല്ലാ കൂട്ടുകറി, അതുപോലെ ഇഞ്ചിക്കറി എല്ലാം നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണ നേരത്തെ ദേവേട്ടനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വന്നൊരു സമാധാനം തന്നില്ല. മീനാക്ഷിക്കും ചേച്ചിക്കൊക്കെ കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ആരെയും വെറുതെ വിട്ടില്ല. എല്ലാവരും ഭക്ഷണം കഴിക്കണ വീഡിയോ ഒക്കെ എടുത്ത് വെറുപ്പിച്ച് ദേവേട്ടൻ നല്ല ശല്യപ്പെടുത്തലായിരുന്നു. അങ്ങനെ ഫുഡിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അമ്മയാണ് പ്രധാനമായും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. ഞാനും അമ്മേനെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും സദ്യ എന്തായാലും നന്നായി ഇഷ്ടപ്പെട്ടു. ഭക്ഷണ പരിപാടികൾക്കൊക്കെ ശേഷം പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഒരു ബാക്കി ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. ബലൂൺ വീർപ്പിക്കൽ ഒരു മത്സരമായിട്ടാണ് എല്ലാവരും എടുത്തത്. ബലൂൺ വീർപ്പിക്കുന്നു, അത് പറപ്പിക്കുന്നു, പൊട്ടിക്കുന്നു, അങ്ങനെ പലതരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അച്ഛൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന നേരത്തായിരുന്നു ബാക്കി പ്ലാനിങ്ങൊക്കെ. അച്ഛനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ഹാളിൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു ഡെക്കറേഷൻ, ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ ദേവേട്ടനും കുട്ടനും കൂടി നല്ല ഭംഗിയായി ചെയ്തു. കുട്ടൻ മുത്തശ്ശന് വേണ്ടിയിട്ട് എന്തോ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള എന്തോ പ്രാക്ടീസിലാണ് ഇപ്പോൾ ഇവിടെ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ല ബെസ്റ്റ് ഹോം മെയ്ഡ് കേക്ക് കിട്ടുന്ന ദേവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പായ കേക്കി ബേക്കിംഗ് ആണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തത്. നല്ല കേക്കായിരുന്നു കേട്ടോ. കേക്ക് മുറിക്കലും അതുപോലെ തന്നെ എല്ലാവർക്കും കേക്ക് കൊടുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം രാജുവേട്ടൻ്റെ വക എല്ലാവരുടെ മുഖത്ത് കേക്ക് തേക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ഛനുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു. അച്ഛൻ നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ചേച്ചിയും രാജുവേട്ടനും കുട്ടികളും തിരിച്ചുപോയി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.